Chapter 3 Reconstitution of a Partnership Firm Admission of a Partner പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ്സിലുണ്ടാവുന്ന അക്കൗണ്ടിങ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സെക്കൻഡ് വൺ അസർട്ടൈനിങ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. എന്തുകൊണ്ടാണ് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ന്യൂ റേഷ്യോ എന്താണ്, സാക്രിഫൈസിങ് റേഷ്യോ എന്താണെന്നുള്ളത് ഇവിടെ ഒന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ ഒരു ഭാഗം ന്യൂ പാർട്ട്ണർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കുറയുന്നു, അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ന്യൂ പാർട്ട്ണർ വരുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയറിനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഷെയറിനെ അല്ലെങ്കിൽ റിമൈനിങ് ഷെയറിനെയാണ് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു, ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള ഷെയറിനെ, അതായത് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഉണ്ടായിരുന്ന ഷെയറിൽ നിന്നും, അവരുടെ ഉണ്ടായിരുന്ന ഷെയറിനെ എന്താ വിളിക്കുക? ഓൾഡ് റേഷ്യോ എന്നാണ് വിളിക്കുക. അതിൽ നിന്നും ഒരു ഭാഗം ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്നു. ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഷെയറിനെ എന്ത് വിളിക്കുന്നു? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വിളിക്കുന്നു. അപ്പോൾ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ. ഇതിൽ നിന്നും സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കണ്ടെത്താം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സാക്രിഫൈസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. നമുക്കറിയാം ഇവിടെ ഏത് റേഷ്യോ ആണ് കൂടുതൽ വരുന്നത്? ഓൾഡ് റേഷ്യോ ആണ്. കാരണം ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഷെയറിനെയാണ് ന്യൂ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾഡ് റേഷ്യോ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, NCERT illustration 1. Anil and Vishal are partners sharing profits in the ratio of 3:2. They admitted Sumit as a new partner for 1/5 share in the future profits of the firm. Calculate new profit sharing ratio of Anil, Vishal and Sumit. അപ്പോൾ ഇവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ന്യൂ റേഷ്യോ ആണ്. എങ്കിലും നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാം. ചില പ്രോബ്ലത്തിൽ ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? അനിൽ ആൻഡ് വിശാൽ. അവരുടെ റേഷ്യോ എത്രയാണ്? 3:2. അതിനെന്ത് വിളിക്കും? ഓൾഡ് റേഷ്യോ എന്ന് വിളിക്കും. കാരണം എന്താണ്? ന്യൂ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഷെയർ ആയതുകൊണ്ടാണ് അതിനെ ഓൾഡ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാണ്? സുമിത്താണ്. സുമിത്തിന് ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുത്തിരിക്കുന്ന ഷെയർ എത്രയാണ്? 1/5 ആണ്. ഈ 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ്, അതായത് അനിലും വിശാലും രണ്ട് പേരും കൂടി കൊടുത്തിരിക്കുന്ന ഷെയറാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫോർമുല എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ താഴെയാണ് ഈ പ്രോബ്ലം ചെയ്തു തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് എഴുതാം. ആരൊക്കെയാണ്? അനിൽ ആൻഡ് വിശാൽ. ഓൾഡ് റേഷ്യോ 3:2. സുമിത് ഷെയർ, സുമിത് ആരാണ്? ന്യൂ പാർട്ട്ണറാണ്. അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഷെയർ എത്രയാണ്? 1/5 ആണ്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പാർട്ട്ണറുടെ ഷെയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ന്യൂ റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തിനാണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടാകുന്ന ഷെയറിനെയാണ് ന്യൂ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ബാക്കിയുണ്ടാകുന്ന ഷെയറിനെ നമുക്ക് എന്ത് പറയാം? റിമൈനിങ് ഷെയർ എന്ന് വിളിക്കാം. അപ്പോൾ റിമൈനിങ് ഷെയർ എന്ന് പറയുന്നതും ന്യൂ ഷെയർ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നതും ഒന്നാണ്. അപ്പോൾ ഇവിടെ ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഷെയർ എത്രയാണ്? 4/5 ആണ്. എങ്ങനെയാണ് 4/5 കിട്ടിയത്? നമുക്ക് നോക്കാം. ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തത് എത്രയാണ്? 1/5 ആണ്. 5ൽ 1 ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി എത്ര ഭാഗമുണ്ട്? 4 ഭാഗമാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ റിമൈനിങ് ഷെയർ. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ഷെയർ എന്ന് വിളിക്കാം. എത്രയാണ്? 4/5. എന്തുകൊണ്ടാണ് ഇതിനെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ഷെയർ എന്ന് വിളിക്കുന്നത്? ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഷെയറിനെയാണ് ന്യൂ ഷെയർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ റിമൈനിങ് ഷെയറായ 4/5നെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ഷെയർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കിവിടെ 4/5 എന്ന് പറയുന്നത് 2 പേർക്കും കൂടിയിട്ടുള്ളതാണ്. 2 ഓൾഡ് പാർട്ട്നേഴ്സിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 പാർട്ട്നേഴ്സിൻ്റെയും കൂടി ന്യൂ ഷെയർ അറിഞ്ഞാൽ പോരാ, ഓരോരുത്തരുടെയും ഷെയർ അറിഞ്ഞിരിക്കണം. എന്നാലേ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെയും നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ന്യൂ ഷെയറിനെ അല്ലെങ്കിൽ റിമൈനിങ് ഷെയറിനെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. ഇവിടെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നും പറയാത്തത് കൊണ്ട് ഓൾഡ് റേഷ്യോയിൽ ഇനി ആയിരിക്കണം 4/5നെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ദിസ് ഷെയർ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദയർ ഓൾഡ് റേഷ്യോ. ഇവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. എങ്ങനെയാണ് 3:2 എന്നുള്ള റേഷ്യോയിൽ 2 പേർക്കും ഡിവൈഡ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷെയറിനെയാണ് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ന്യൂ ഷെയർ എന്ന് വിളിക്കുന്നത്. ന്യൂ റേഷ്യോ ഓഫ് അനിൽ ഏതിനാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്? റിമൈനിങ് ഷെയറായ 4/5നെയാണ്. ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിലാണ്. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. 4/5 ഇൻറ്റു അനിലിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5 ആണ്. 3/5 എങ്ങനെ കിട്ടിയ? 3:2. അതിലത്തെ 3 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇവിടെ 4/5 ഇൻറ്റു 3/5. ഇവിടെ ഫ്രാക്ഷൻസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നതാണ്. ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം ആദ്യം ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ ഏതാണ്? 4ഉം 3 ആണ്. അപ്പോൾ 4 ഇൻറ്റു 3 12. ഇനി ഡിനോമിനേറ്റർ ഏതാണ്? 5ഉം 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 5 25. അപ്പോൾ അനിലിൻ്റെ ന്യൂ റേഷ്യോ എത്രയാണ്? 12/25 ആണ്. ഇനി ന്യൂ റേഷ്യോ ഓഫ് വിശാൽ. അപ്പോൾ ഇവിടെ റിമൈനിങ് ഷെയറായ 4/5നെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോ ഏതാണ്? 3:2. അപ്പോൾ അതിൽ വിശാലിൻ്റെ ഷെയർ എത്രയാണ്? 2/5 ആണ്. അപ്പോൾ 4/5നെ സ്പ്ലിറ്റ് ചെയ്യാം. 4/5 ഇൻറ്റു 2/5. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്റർ ഏതൊക്കെയാണ്? 4 ഇൻറ്റു 2 8. ഡിനോമിനേറ്റർ ഏതാണ്? 5 ഇൻറ്റു 5 25. അപ്പോൾ ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ കിട്ടി. എത്രയാണ്? 12/25 8/25. ഇനി പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 3 പാർട്ട്നേഴ്സാണ് വരുന്നത്. അപ്പം പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഷെയറിനെയാണ് ന്യൂ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ എഴുതുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും, അതായത് ന്യൂ പാർട്ട്ണറുടെ ഷെയർ അടക്കം നമ്മളിവിടെ എഴുതിയിരിക്കണം. കാരണം ഇനി തുടങ്ങി പ്രോഫിറ്റ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പേർക്കും കൂടിയാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ന്യൂ റേഷ്യോ ഒരുമിച്ച് എഴുതിയിരിക്കണം. ഇവിടെ എത്ര പാർട്ട്നേഴ്സാണ് അഡ്മിഷന് ശേഷം വരുന്നത്? 3 പാർട്ട്നേഴ്സാണ് വരുന്നത്. അപ്പോൾ 3 പേരുടെയും ന്യൂ റേഷ്യോ എടുത്ത് എഴുതാം. അനിലിൻ്റെ എത്രയാണ്? 12/25. വിശാലിൻ്റെ 8/25. സുമിത്തിന് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1/5 ആണ്. അപ്പോൾ ഇവിടെ 3 പേരുടെയും ന്യൂ റേഷ്യോ നോക്കുമ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ആരുടെയാണ് വ്യത്യാസമായിട്ട് നിൽക്കുന്നത്? അതായത് ഇതിലത്തെ ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? 25,
25 5 ആണ്. അപ്പോൾ ആരുടെയാണ് വ്യത്യാസമായിട്ട് നിൽക്കുന്നത്? സുമിത്തിൻ്റെയാണ്. അപ്പോൾ സുമിത്തിൻ്റെ ഷെയറിലെ ഡിനോമിനേറ്ററിനെ ഏതിലേക്ക് മാറ്റണം? 25ലേക്ക് മാറ്റണം. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ 5നെ 25ലേക്ക് ആക്കണമെന്ന് നോക്കാം. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് 25 കിട്ടുക. 5 × 5 25. അപ്പോൾ ഇവിടുത്തെ 5നെ അതായത് ഡിനോമിനേറ്ററായി 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് ആ നമ്പർ തന്നെ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ എത്രയാണ്? 1 ആണ്. 1 × 5. അപ്പോൾ ഇവിടെ എത്രയായിട്ട് മാറി? 12/25, 8/25, 5/25. അപ്പോൾ ഇവിടെ എല്ലാ ഡിനോമിനേറ്ററും സെയിം ആയി. അപ്പോൾ നമുക്കിവിടെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞ് എങ്ങനെ എഴുതാം? 12:8:5. അപ്പോൾ നമുക്കിവിടെ ന്യൂ റേഷ്യോ കിട്ടി. ഇനി എങ്ങനെയാണ് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ഓൾഡ് റേഷ്യോ എത്രയാണെന്നറിയാം, ന്യൂ റേഷ്യോ എത്രയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഫോർമുല വെച്ചുകൊണ്ട് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ കേസിൽ ആദ്യം തന്നെ ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആദ്യം നമുക്ക് എന്ത് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ? ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കവിടെ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ന്യൂ റേഷ്യോ കൂടി കാൽക്കുലേറ്റ് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് 2 റേഷ്യോ കിട്ടി കഴിഞ്ഞു, ഓൾഡ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ. അപ്പോൾ ഇവിടെ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാക്രിഫൈസ് റേഷ്യോ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർമുല എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ ഇവിടെ അനിലിൻ്റെ സാക്രിഫൈസ് റേഷ്യോ എത്രയാണെന്ന് നോക്കാം. അനിൽ അനിലിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3/5 ആണ്. 3/5 എങ്ങനെ കിട്ടിയത്? നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, 3:2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 3/5 മൈനസ് അനിലിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 12/25. അപ്പോൾ ഇവിടെ ഫ്രാക്ഷനുകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയാലേ പ്ലസ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം എന്തു ചെയ്യണം? ഈ ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. 5ഉം 25 എന്നാണല്ലോ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഡിനോമിനേറ്ററുകൾ സെയിം ആണെന്ന് നോക്കാം. നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പല മെത്തേഡുകളുണ്ട്. ഒന്ന് LCM വെച്ച് ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം, സെയിം ആക്കാം. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ വേറൊരു മെത്തേഡും കൂടിയുണ്ട്. അത് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് എങ്ങനെയാണ് ഡിനോമിനേറ്റർ സെയിം ആക്കണമെന്ന് നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ക്രോസ് ചെയ്യണം. എങ്ങനെയാണ് ക്രോസ് ചെയ്യുമ്പോൾ വരുന്നത്? ആദ്യത്തെ ഫ്രാക്ഷൻ 3/5 അല്ലേ, അതിലത്തെ 3 അതിനെ ക്രോസ് ചെയ്ത് വരുമ്പോൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 25. അപ്പോൾ 3 × 25. ഇനി അടുത്തത് ഏതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് ചെയ്യേണ്ടത്? 12നെയാണ്. 12 × 5. എവിടെ ഇതിൻ്റെ 12 × 5. അപ്പോൾ എങ്ങനെ എഴുതാം? 3 × 25 മൈനസ് 12 × 25 ഡിവൈഡഡ് ബൈ. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 25 അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായി? 3 × 25 മൈനസ് 12 × 5 ഡിവൈഡഡ് ബൈ 5 × 25. ഇനി 3 × 25 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 75. 12 × 5 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ എങ്ങനെ എഴുതാം? 75 മൈനസ് 60 ഡിവൈഡഡ് ബൈ 125. അപ്പോൾ ഇനി നമുക്കിനി ഇവിടെ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15/125. ഇനി അതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കണം. ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടി പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നത്. ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നതും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നതാണ്. ഒന്നുകൂടിയും പറയാം. ലോവസ്റ്റ് ഫോമിലേക്ക് എങ്ങനെ ആക്കാം? ഇതിൽ ഈ 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോകുന്ന കോമൺ ഫാക്ടർ ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ഏതാണ്? 5 ആണ്. അപ്പോൾ ഇവിടെ 2നെയും ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 3. 125 ഡിവൈഡഡ് ബൈ 5 25. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ലോവസ്റ്റിലേക്ക് ആക്കാൻ പറ്റില്ല.
അങ്ങനെയാണ്, അതാണ് ഈ ലോവസ്റ്റ് ഫോം, ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ പറഞ്ഞ ഇങ്ങനെയാണ്. കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ഏതാണെന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ വലിയ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമൺ ഫാക്ടർ എടുക്കുക, അത് വെച്ച് ചെയ്യാം. ലോവസ്റ്റ് ഫോമിലേക്ക് പോയില്ലെങ്കിൽ വീണ്ടും അടുത്തൊരു കോമൺ ഫാക്ടർ എടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അനിലിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 3/25 ആയിട്ട്. ഈ വിശാലിൻ്റെ സാക്രിഫൈസ് റേഷ്യോ നോക്കാം. ഫോർമുല എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. വിശാലിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2/5 മൈനസ് ന്യൂ റേഷ്യോ എത്രയാണ്? 8/25. ഇവിടെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരാം? 2 × 25 മൈനസ് 8 × 5. ഇവിടെ നോക്കി നോക്കുക. 2 × 25 മൈനസ് 8 × 5 ഡിവൈഡഡ് ബൈ 5 × 25. അപ്പോൾ എത്രയ്ക്ക് കിട്ടും? 50 മൈനസ് 40 ഡിവൈഡഡ് ബൈ 125. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 125. ഇതിനെ വീണ്ടും ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാം. ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നത് എങ്ങനെയാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 5 2, 125 ഡിവൈഡഡ് ബൈ 5 25. അപ്പോൾ എത്രയാണ്? 2/25. Therefore, sacrifice ratio is equal to 3/25, 2/25. Question number 2, NCERT exercise 1. A and B were partners in a firm sharing profits and losses in the ratio of 3:2. They admit C into the partnership with 1/6 share in profit. Calculate new ratio. നമുക്കിവിടെ സാക്രിഫൈസ് റേഷ്യോ കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 പാർട്ട്നേഴ്സാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? A and B. അവരുടെ ഓൾഡ് റേഷ്യോ 3:2. ന്യൂ പാർട്ട്ണർ C. ന്യൂ പാർട്ട്ണറുടെ ഷെയർ 1/6. ഈ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 2 റേഷ്യോ എങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ആദ്യം തന്നെ ഏത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് പാർട്ട്ണർ ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം വരുന്ന ബാക്കിയുള്ള ഷെയറിനെയാണ് ന്യൂ ഷെയർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തിരിക്കുന്ന ഷെയർ എത്രയാണ്? 1/6 ആണ്. അപ്പോൾ 6ൽ ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്? 5, 5/6 ആണ്. അപ്പോൾ റിമൈനിങ് ഷെയർ, ആ റിമൈനിങ് ഷെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിനെ ന്യൂ ഷെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 5/6 ആണ്. ഈ 5/6 എന്ന് പറയുന്നത് 2 പേർക്കും കൂടിയിട്ടാണ് വരുന്നത്. നമുക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ റിമൈനിങ് ഷെയറിനെ 2 പേർക്കായി സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് ഓൾഡ് റേഷ്യോയിൽ തന്നെയായിരിക്കണം സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. ദിസ് ഷെയർ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദയർ ഓൾഡ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ ഓഫ് അനിൽ ഇസ് ഈക്വൽ ടു, അനിലല്ല, A. ന്യൂ റേഷ്യോ ഓഫ് A ഈസ് ഈക്വൽ ടു ഏതിനാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്? റിമൈനിങ് ഷെയറായ 5/6നെയാണ്. 5/6 ഇൻറ്റു ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? ഓൾഡ് റേഷ്യോയിൽ. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. അപ്പോൾ ഇവിടെ എയുടെ ഓൾഡ് റേഷ്യോ 3/5 ആണ്. അപ്പോൾ 5/6 ഇൻറ്റു 3/5. അപ്പോൾ ഇവിടെ ആദ്യം മൾട്ടിപ്ലിക്കേഷനിൽ ഫ്രാക്ഷനുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ഏതൊക്കെയാണ്? 5 × 3 15. ഡിനോമിനേറ്റർ ഏതാണ്? 6 × 5 30. ഇനി ന്യൂ റേഷ്യോ ഓഫ് ബി, 5/6നെയാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. 5/6 ഇൻറ്റു ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിൽ. ബിയുടെ ഓൾഡ് റേഷ്യോ 2/5 ആണ്. അപ്പോൾ ഫ്രാക്ഷനുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 10. അതിനുശേഷം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 5 30. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാം പുതിയ ഫേമിൽ 3 പാർട്ട്നേഴ്സാണ് വരുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ എഴുതുമ്പോൾ 3 പാർട്ട്നേഴ്സിനും കൂടി ആയിരിക്കണം എഴുതേണ്ടത്. ന്യൂ റേഷ്യോ ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എയുടെ എത്രയാണ്? 15/30. ബിയുടെ 10/30. സിയുടെ എത്രയാണ്? നമ്മൾ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലത്തിൽ പറഞ്ഞതിൻ്റെ എത്രയാണ്? 1/6 ആണ്. അപ്പോൾ ഇവിടെ 3 പേരുടെ ഡിനോമിനേറ്ററുകൾ നമ്മൾ നോക്കുമ്പോൾ സിയുടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്.
അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ 30ലേക്ക്, ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണ് അതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണ്, 30 ആണ്. 6നെ 30ലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30 കിട്ടാൻ നോക്കുക? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 6 × 5. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലോ. അപ്പോൾ ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ന്യൂമറേറ്റർ എത്രയാണ്? 1 ആണ്. 1 × 5. അപ്പോൾ ഇവിടെ 1/6 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? 5/30 ആയിട്ട് മാറി. അപ്പോൾ നമുക്കിനി ഇങ്ങനെ എഴുതാം, 15^10^5 എന്ന് എഴുതാം. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? ഇതിനെ ഏതെങ്കിലും ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കി നോക്കാം. എങ്ങനെ നോക്കാം? ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് ഏതാണെന്ന് നോക്കാം. 5 ആണ് ഈ മൂന്നിലും കോമൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ 15/5 3, 10/5 2, 5/5 1. അപ്പോൾ റേഷ്യോ എത്രയാണ്? ന്യൂ റേഷ്യോ എത്രയാണ്? 3:2:1. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഏത് കാൽക്കുലേറ്റ് ചെയ്യാം? സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഫോർമുല? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ ആർക്കായിരിക്കും ഉണ്ടായിരിക്കുക? ഓൾഡ് പാർട്ട്നേഴ്സിനായിരിക്കും. ആദ്യം എയുടെ ഓൾഡ് റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3/5 ആണ്. എയുടെ ന്യൂ റേഷ്യോ നമുക്കറിയാം, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. അപ്പോൾ ഇവിടെ എയുടെ എത്രയാണ്? 3/6 ആണ്. അല്ലാതെ 3/5 അല്ലാട്ട് എടുക്കേണ്ടത്, 3/6 ആണ്. 3/5 മൈനസ് 3/6. ഇവിടെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. ഇപ്പോൾ സബ്ട്രാക്ഷനിൽ അല്ലെങ്കിൽ അഡീഷനിൽ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണെങ്കിൽ അത് സെയിം ആക്കിയിരിക്കണം. സെയിം ആക്കുന്നത് എങ്ങനെയാക്കാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ആക്കാം. എങ്ങനെയാണ്? 3 × 6 മൈനസ് 3 × 5 ഡിവൈഡഡ് ബൈ 5 × 6. അപ്പോൾ എത്ര കിട്ടി? 18 മൈനസ് 15 ഡിവൈഡഡ് ബൈ 30. ദാറ്റ്സ് ഈക്വൽ ടു 3/30. ഇനി ബിയുടെ സാക്രിഫൈസ് റേഷ്യോ 2/5 മൈനസ് 2/6. ഇവിടെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2 × 6 മൈനസ് 2 × 5 ഡിവൈഡഡ് ബൈ 5 × 6. അപ്പോൾ എത്ര വരും? 12 മൈനസ് 10 ഡിവൈഡഡ് ബൈ 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/30. ഇനി നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോബ്ലത്തിൽ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. ഇവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. അതായത് ഈ പ്രോബ്ലത്തിൽ ഓൾഡ് റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും സെയിം ആണ്. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ റിമൈനിങ് ഷെയറിനെ ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓൾഡ് റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും സെയിം ആയിരിക്കുന്നത്. ഇനി ആദ്യം ചെയ്ത പ്രോബ്ലം എടുക്കാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. സാക്രിഫൈസ് റേഷ്യോ എത്രയാണ്? 3:2 തന്നെയാണ്. എന്തുകൊണ്ടാണ്? റിമൈനിങ് ഷെയറിന് ഓൾഡ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? കൺക്ലൂഷൻ എന്താണ്? ക്വസ്റ്റ്യനിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് ഷെയർ, ന്യൂ പാർട്ട്ണറുടെ ഷെയർ, ഇത് രണ്ട് മാത്രം തരുന്ന സിറ്റുവേഷനിൽ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ റിമൈനിങ് ഷെയറിനെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന കാരണം കൊണ്ട് ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ന്യൂ റേഷ്യോ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ താഴെ നിങ്ങളൊരു നോട്ട് എഴുതാം. As their relative profit sharing ratio does not change, their older ratio and sacrificing ratio will be same. എന്തുകൊണ്ട് സെയിം ആവാൻ കാരണം? റിമൈനിങ് ഷെയറിനെ ഓൾഡർ റേഷ്യോയിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ റേഷ്യോയിൽ ചേഞ്ചസ് ഒന്നും വരാത്തത് കൊണ്ടാണ് ഓൾഡർ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെയിം ആയിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പ്രോബ്ലത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏതെങ്കിലും സിറ്റുവേഷനിലാണ് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ തരികയും ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രം തരികയും ചെയ്യുക. വേറൊന്നും തരാത്ത സിറ്റുവേഷനിൽ ഓൾഡ് റേഷ്യോയും സാക്രിഫൈസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ന്യൂ റേഷ്യോ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ക്വസ്റ്റ് നമ്പർ 3, NCERT exercise 2. ABC were partners in a firm, a 3:2:1 ratio. They admitted D for 10% പ്രോഫിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 10% എന്ന് പറഞ്ഞാൽ 1/10 ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. 1/10 എങ്ങനെയാണ് കിട്ടുന്നത്? 10% എന്ന് പറഞ്ഞാൽ 10/100 ആണ്.
അതിനെ ഷോർട്ടാക്കി വരുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 1/10 ആണ്. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ 3 പാർട്ട്നേഴ്സാണ് വരുന്നത്. 4ാമത്തെ ഒരു പാർട്ട്ണറെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മുൻപ് എഴുതിയ പോലെ തന്നെ ഓൾഡ് പാർട്ട്നേഴ്സ് ABC, ഓൾഡ് റേഷ്യോ 3:2:1, ന്യൂ പാർട്ട്ണർ D 1/10, ന്യൂ റേഷ്യോ. എന്തിനാണ് ന്യൂ റേഷ്യോ എന്ന് വിളിക്കുന്നത്? ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഷെയറിനെയാണ്. അതായത് ഇവിടുത്തെ റിമൈനിങ് ഷെയർ അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 9/10 ആണ്. ഇതിനെന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോയിൽ 3 പേർക്കായി ഡിവൈഡ് ചെയ്യണം. ദിസ് ഷെയർ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും വരിക? അപ്പോൾ നമുക്ക് 3 പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ കിട്ടും. ന്യൂ റേഷ്യോ ഓഫ് A is equal to 9/10 into 3/6, 27/60. ന്യൂ റേഷ്യോ ഓഫ് B 9/10 into 2/6, 18/60. ന്യൂ റേഷ്യോ ഓഫ് C 9/10 into 1/6, 9/10. ഇനി ഇവിടെ എല്ലാ പാർട്ട്നേഴ്സിനും ന്യൂ റേഷ്യോ എടുത്ത് എഴുതുമ്പോൾ 27/60, 18/60, 9/60, 1/10. ഇവിടെയും ന്യൂ പാർട്ട്ണറുടെ ഷെയറിൻ്റെ ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? വലിയ ഡിനോമിനേറ്ററായ 6ലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യുക? 10നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുന്നത്? 60 കിട്ടുന്നത് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഡിനോമിനേറ്ററിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ന്യൂമറേറ്ററിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ 1 into 6 divided by 10 into 6. അപ്പോൾ എത്രയായി? 27 18 9:6. ഇനി ഇതിനെ നമുക്ക് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ സാധിക്കും. എങ്ങനെയാണ് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നത്? ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ഏതാണ്? ഇതിലത്തെ 3 ആണ്. അപ്പോൾ ഇവിടെ 27 divided by 3 9, 18 divided by 3 6, 9 divided by 3 3, 6 divided by 3 2. അപ്പോൾ ന്യൂ റേഷ്യോ എത്രയാണ്? 9:6:3:2. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസ് റേഷ്യോ ആയിട്ട് എപ്പോഴും വരുന്നത്. കാരണം എന്താണ്? റിമൈനിങ് ഷെയറിന് ഓൾഡ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നോട്ട് എഴുതി കൊടുത്താൽ മതി. ആസ് ദെയർ റിലേറ്റീവ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡസ് നോട്ട് ചേഞ്ച്, ദെയർ ഓൾഡ് റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ വിൽ ബി സെയിം. ദെയർഫോർ സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:2:1. അങ്ങനെ ഈ ഒരു സെൻറ്റൻസ് എഴുതിയതിന് ശേഷം താഴെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 4 NCERT ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് 1. അതിലത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാം. ഇതേപോലെയൊക്കെ ഞാൻ ചെയ്യേണ്ടത്. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 5 NCERT ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് 1. ക്വസ്റ്റ്യൻ നമ്പർ 3